കൊടുത്തോ താങ്ക് യു. ഗുഡ് ഈവനിങ് ചങ്ങനാശ്ശേരി. ഈ ജോഫലിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് നമ്മുടെ പടത്തിലൊരു പാട്ടിലൊരു വലിയ ഓർമ്മ. ഒരിക്കലും തീരാത്ത ഇരവുണ്ടല്ലോ കൂടെ പിറക്കാതെ പിറന്നവർ തുണയുണ്ടല്ലോ. ദാറ്റ് മീൻസ് എല്ലോ. അപ്പോൾ ജോഫലിൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഭയങ്കര പ്രൗഡാണ്. ഭയങ്കര ആ കണ്ണിൽ ആ സ്പാർക്ക് കാണാം. അപ്പോൾ അങ്ങനെ തന്നെയാണ് എല്ലാ കൂട്ടായ്മകളും വലിയ സംരംഭങ്ങളൊക്കെ ഉണ്ടായതും തുടങ്ങിയതും വിജയിച്ചതൊക്കെ. അതുപോലെ ഒരു സംരംഭം തന്നെയായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. ഒരു പറ്റം ഫ്രണ്ട്സ് തുടങ്ങി വെച്ചൊരു സംരംഭം ഇന്ന് 250 കോടിയിലേക്ക് എത്തുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ചങ്ങനാശ്ശേരി തിരുവല്ലയൊക്കെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉള്ള സ്ഥലമാണ്. ഞാൻ ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട്. ആ പഴയ ചങ്ങനാശ്ശേരി ടൗൺ ഉണ്ടല്ലോ, അവിടെ നമുക്ക് കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ തിരുവല്ല ചങ്ങനാശ്ശേരിയൊക്കെ എൻ്റെ ലൈക്ക് ഒരു വേറൊരു വീട് പോലത്തെ അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് എപ്പോഴും. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാനിവിടെ ചങ്ങനാശ്ശേരിയിൽ വരാൻ സാധിച്ചത്. അത് ഇങ്ങനത്തെ ഒരു നല്ലൊരു മൊമെന്റ് വിറ്റ്നസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വി ഓൾ നോ ഫാഷൻ എന്ന് പറയുന്നൊരു ഘടകം ലോകാവസാനം വരെ മരിക്കാത്തൊരു സാധനമാണ്. അപ്പോൾ അതും ഫാഷനിൽ തന്നെ ഇവർ വെഡ്ഡിങ്ങിന് ബ്രൈഡൽ ഗ്രൂംസിന് വേണ്ടിയിട്ടാണ് ഇവർ ഡിസൈൻ ചെയ്യുന്നതും ക്ലോത്ത്സുകൾ ഉണ്ടാക്കുന്നതും. അപ്പം വലിയൊരു ടാസ്ക് പിടിച്ചൊരു പരിപാടി തന്നെയാണ്. അത്ര സിമ്പിളല്ല. ആൾക്കാരുടെ താല്പര്യവും ആൾക്കാരുടെ ടേസ്റ്റും ആൾക്കാരുടെ കറണ്ട് ഫാഷൻ എന്താണെന്നുള്ളതൊക്കെ വളരെ രീതിയിൽ അപ്ഡേറ്റഡായി അത്രയും ചിന്തിച്ച് ചെയ്യേണ്ട ഒരു പരിപാടി തന്നെയാണ്. അപ്പോൾ അതിൽ ഓൾറെഡി അയാൾ വിജയിച്ചു കഴിഞ്ഞു. അത് അയാളുടെ അടുത്ത സംരംഭമാണ്. വളരെയധികം സന്തോഷം എംലോ ഫാമിലിയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത്. അപ്പോൾ ഇനിയും ഒരുപാട് ഇങ്ങനെ എന്താ പറയണ്ടേ ബ്രാഞ്ചസ് തുടങ്ങാൻ ഈ ഫ്രണ്ട്സിന് സാധിക്കട്ടെ. അപ്പോഴൊക്കെ എന്നെ ഓർക്കാൻ സാധിക്കട്ടെ. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ജോഫലിൻ്റെ ഫാദറും മുതലും അവിടെ നിൽക്കുമ്പോൾ ഇവരുടെ കണ്ണിൽ ആ സ്പാർക്ക് എനിക്കിങ്ങനെ രസമുണ്ട് നിങ്ങൾക്ക് കാണാൻ. കാരണം നമുക്കറിയാം നമ്മളൊരു പടം തിയേറ്ററിൽ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പാരൻസിൻ്റെ മുഖത്ത് കാണുന്നൊരു സാധനം ഉണ്ടല്ലോ. അതിന് വേണ്ടിയാണ് നമ്മൾ ലൈക്ക് അതാണ് നമ്മളുടെ ലൈക്ക് ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെയൊക്കെ ഒരു മീനിങ് ഉണ്ടാകുന്നത് അവിടെയാണ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. പ്രസംഗിച്ച് മഴ പെയ്യിപ്പിച്ചു എന്നുള്ളൊരു പേര് വരുത്താതിരിക്കാൻ വേണ്ടി ഞാനിവിടെ നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്. ലവ് യു ചങ്ങനാശ്ശേരി. അല്ല, നമുക്ക് എന്തായാലും പ്രസംഗിച്ച് പോയാലും പാട്ട് പാടാണ്ട് പോകാറില്ല. ഞങ്ങളുടെ മനസ്സിലേക്ക് ഗണപതി വന്നത് ഒരു പാട്ടിലൂടെയാണ് അല്ലേ? ആ പാട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, ക്ഷമിക്കണം. ആ പാട്ട് മഴ പെയ്തു. അപ്പോൾ ആ പാട്ട് ഞാൻ തന്നെ വിട്ടയക്കുന്നതാണ്. ആ പാട്ട് ഞാൻ എവിടെയും കഴിയുന്നതും പാടാറില്ല. വേറെന്തെങ്കിലും പാട്ട്. പുതുമഴയായി പൊഴിയാൻ മധുമയമായി ഞാൻ പാടാം കരളിലെ കിളികളും പുഴയിലെ ഓളം പുതുമഴയായി പൊഴിയാൻ മധുമയമായി ഞാൻ പാടാം. താങ്ക് യു. അടിപൊളി. പുതുമഴ പാടി പുതുമഴ വരുത്തി.